ഹായ്, എൻ്റെ ഒരു നരച്ച മുടി. അതെ, കഴിഞ്ഞ വർഷം ഈ സമയത്ത് തോന്നുന്ന ഒന്നല്ല അല്ലേ. ഈ വർഷമായപ്പോഴത്തേക്കും ഒരു വർഷം കൊണ്ട് കുറേ മാറ്റമുണ്ട്. ഞാൻ എന്താ പറയുന്നത് പോലും എനിക്കറിയില്ല. എനിവേ, കഴിഞ്ഞ വർഷം എനിക്ക് തോന്നിയത് ഒറ്റയ്ക്കൊരു യാത്ര പോകണം ഈ സമയത്ത്. പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന കുറേ റീൽസൊക്കെ കാണുമ്പോഴല്ലോ എനിക്ക് തന്നെ എന്നെ എടുത്തിട്ട് കിണറ്റിനകത്ത് ഇടാൻ തോന്നും. അതേപോലെ ടിക്ടോക്കിലെ വീഡിയോസ് എല്ലാം ഞാൻ പ്രൈവറ്റാക്കി വെച്ചു. അതിപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ പഴയ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ക്രിഞ്ച് ഫീൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 എങ്ങനെയെങ്കിലും എൻ്റെ കുറച്ച് ബക്കറ്റ് ലിസ്റ്റുകളൊക്കെ നടത്തണം. അതായത് പൈസ ചിലവായാലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തണം എന്നായിരുന്നു. പക്ഷേ ഈ വർഷം അത് നേരെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കണം. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ലൈഫിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ലിമിറ്റ് ചെയ്തു. അതായത് കുറേ കാര്യം പഠിച്ചു ഞാൻ. ഇപ്പോൾ ഞാനങ്ങനെ പുറത്തിറങ്ങാറില്ല, ഞാനങ്ങനെ ഡ്രസ്സ് ഞാൻ വാങ്ങിക്കാറില്ല അധികം. പിന്നെ എന്താ പറയുക, ഇപ്പം എൻ്റെ ആഗ്രഹം മൊത്തം എന്താണെന്നറിയോ, കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കണം. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ലൈഫിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ 1 by 1 ആയിട്ട് ചെയ്യണം. പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ച് അങ്ങനെയൊന്നും പൈസ കളയരുത്, മേക്കപ്പ് വാങ്ങിച്ച് പൈസ കളയരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ മാറി. ഇപ്പോൾ ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്തോരം മാറിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്യാത്തവരെ ഞാൻ കോണ്ടാക്ട് ചെയ്യാറില്ല, മെസ്സേജ് അയക്കാറില്ല, സുഖമാണോ എന്ന് ചോദിക്കാറില്ല. എന്താണ്, ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറുമ്പ് കാണിക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഹലോ ഹലോ അപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അപ്പം പിന്നെ അതേപോലെ തന്നെ ഞാൻ റീൽസ് പോസ്റ്റ് ചെയ്യുന്നത് കുറച്ചു. ഇപ്പോൾ പുറത്ത് തന്നെ പോകാറില്ല ഞാൻ. മിക്കവാറും ഞാൻ ഓൺലൈനിലൊക്കെയാണ് കേട്ടോ. ഗ്രോസറി വരെ പർച്ചേസ് ചെയ്യുന്ന ഓൺലൈനിൽ. അതുപോലെ മടി, ഡ്യൂട്ടിക്ക് മാത്രം ഇവിടുന്ന് ഇറങ്ങുന്ന ഒരവസ്ഥ. ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യുന്നത്, എനിക്ക് മെസ്സേജ് അയക്കുന്നത്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന എൻ്റെ ഉമ്മ ഓഫ് കോഴ്സ് എന്നെ ഡെയിലി വിളിക്കും, മക്കൾ വിളിക്കും. പിന്നെ അല്ലാതെ ഇപ്പോൾ ഒറ്റൊരു കുടുംബക്കാർ പോലും എന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കാറില്ല. ഞാൻ അങ്ങോട്ടും വിളിക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. എന്നെ മൈൻഡ് ചെയ്യാറില്ല, ഞാൻ അങ്ങോട്ടും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിൽ കുറച്ച് പേര്, വളരെ കുറച്ച് പേര്, മേ ബി 2% അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെ മാത്രം ഡെയിലി ഞാൻ വിളിക്കും. അല്ലെങ്കിൽ ഒരു 1-2 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ വിളിക്കാറുണ്ട്. അല്ലാതെ ഞാൻ ആർക്കും മെസ്സേജ് അയക്കുക. കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പ് നോക്കിയപ്പം ഒറ്റ ആൾക്കാർ ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടില്ല, അങ്ങോട്ടേക്കും ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല. ആകെ ഒരു ഓൺലൈൻ ഡെലിവറി മാത്രം ലൊക്കേഷൻ ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വേറെ ആരും മെസ്സേജ് അയച്ചിട്ടില്ല. വേറെ 1-2 ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഞാനിന്ന് ഓഫ് ഡ്യൂട്ടിയാണ്, വീട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാണ്ട് ആരെയും എന്താ പറയുക, ആരെയും തന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ മാറിപ്പോയി ഞാൻ. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വർഷം തീരുമാനിച്ചത് ഇൻസ്റ്റയിൽ ഇനി അധികം പോസ്റ്റൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിലാകുമ്പം എനിക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ആരും ഒളിഞ്ഞു നോക്കാൻ വരില്ല. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഒരിക്കലും നോക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഐഡിയാപരമായിട്ട് എനിക്ക് ബോറടിക്കുമ്പോൾ എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിരിക്കും. അപ്പോൾ ശരി, ബൈ.